തൊട്ടു കുഞ്ഞു തൊട്ടിലിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ പ്രതാപം പുഴുങ്ങി തിന്നാ വയറ് നിറയില്ലടാ. പട്ടിണി കിടന്ന് ശരീരം കായുമ്പോ മൂട്ടിലെ പൊടിയും തട്ടി മോൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. അന്ന് സ്വീകരിക്കണോ വേണ്ടോന്ന് അമ്മ രണ്ടാമതൊന്ന് ആലോചിക്കും. വർഷങ്ങളായല്ലോ അമ്മ ഇങ്ങനെ ഭീഷണി മുഴക്കി എന്നെ ഈ കാൽച്ചോട്ടിലിടാൻ തുടങ്ങിയിട്ട്. പട്ടിണി കിടക്കാതിരിക്കാൻ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ ആ ചോറ് എനിക്ക് വേണ്ട. അല്ലെങ്കിലും വിഷം ചേർത്ത് വിളമ്പുന്നത് ദഹിക്കാതാകാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. എന്താ പറഞ്ഞത്? തൊട്ടുപോരു തന്നെ. ആട്ടും തുപ്പും അടിയൊക്കെ ഒരുപാട് കൊണ്ടു നിന്നിട്ടുണ്ട് ഞാൻ. ഇനിയും കൊള്ളാൻ തയ്യാറുമാണ്. പക്ഷെ നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ, ഡിവോഴ്സ്. അത് മാത്രം നടക്കില്ല. അമ്മയ്ക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം വരെ വേണ്ടെന്ന് വെച്ചവളാ അവള്. ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ. അതെ, ഞാൻ വീട്ടിലെത്തി. ഓക്കെ, മേ ബി ടുമാറോ. ഇവിടെ അടുത്ത് വരെ ഒന്ന് വന്നതാ. ഞങ്ങളുടെ പ്രൊഫസറുടെ മകളുടെ കല്യാണം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഉഷയടുത്തി മുകളിലുണ്ട് കേട്ടാ. അപ്പോ എല്ലാവരും ചേർന്നാണ് ഈ നാടകം. കൊള്ളാം. അമ്മയ്ക്കെതിരെ മക്കൾ. അപ്പൊ ഈ മത്സരത്തിനൊരു രസം ഉണ്ടാവും. സാരമില്ല, ജയിക്കാൻ അമ്മയൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നല്ലത്. ഒന്ന് ഉഷേച്ചെ അറിയിക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ഞാൻ കാരണോ ആ പാവത്തിന് ഇങ്ങനൊരവസ്ഥ വന്നെന്നോർക്കുമ്പോ ഉള്ളില് വല്ലാത്തൊരു കുറ്റബോധം. അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല എടുത്തി. വീട് നയിക്കുന്നവർ നേരെയല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം നടന്നിരിക്കും. എന്റെ ഏട്ടന്മാരെ പിടിപ്പ് കേട്. രണ്ടും അമ്മയുടെ നിഴൽവട്ടം കണ്ടാ പിന്നെ പൂച്ചക്കുട്ടികളാണല്ലോ. അല്ല, അതിനവരെ കുറ്റം പറയാനും പറ്റില്ല. അച്ഛന്റെ നേരിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. തിരിച്ചറിവായ കാലം മുതൽ ഞാനും ഏട്ടന്മാരും അമ്മയുടെ തണല്ല. നന്നേ ചെറുപ്പത്തിലെ വിധവയായപ്പോ എല്ലാ കാര്യത്തിലും അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. മുതിർന്നപ്പോഴും അമ്മയുടെ കൺട്രോളിൽ തന്നെ ഏട്ടന്മാർ. പുറത്തു ചാടാനോ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് സ്വാതന്ത്ര്യമില്ല. ശശിയേട്ടൻ അമ്മയെ ധിക്കരിച്ചൊരു തീരുമാനം എടുത്തത് കല്യാണക്കാര്യത്തിൽ മാത്രം. മുരളിയേട്ടന്റെ കാര്യത്തില് അതുപോലും ഉണ്ടായിട്ടില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾക്കായിരുന്നെങ്കിൽ സാരമില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലായിട്ടും ആരും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ സേതു. ഇനിയിപ്പോ ഏട്ടന്മാരെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരിക്കൽ കൂടി ഒന്ന് ചോദിക്കാം. എന്നിട്ട് ഒപ്പം നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കളത്തിലിറങ്ങും. അതിന് തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. പക്ഷെ സൂക്ഷിക്കണം സേതു. അറിയാലോ അമ്മേ. കഴിഞ്ഞ തവണത്തെ അനുഭവം മനസ്സിലുണ്ട്. പക്ഷേ ഇത്തവണ തോറ്റു പിന്മാറില്ല. അങ്ങനെ വന്നാൽ പാവം ഉഷയടത്തി ഇനിയുള്ള കാലം മുഴുവനും പുറം ലോകം കാണാതെ കഴിയേണ്ടി വരും.
സേതു. ഓഫീസിലേക്കാ? പോവാൻ മനസ്സുണ്ടായിട്ടല്ല. ഈ അവസ്ഥയില് ഞാനിവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത്. നീ എന്ത് തീരുമാനിച്ചു? എവിടെ തുടങ്ങണമെന്നാ ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഒന്ന് സംസാരിക്കാൻ പോലും മുഖം തരാതെ അമ്മ ഒഴിഞ്ഞു മാറാനാ സാധ്യത. ഏട്ടന്മാരോട് സംസാരിക്കണ്ടേ? വേണം. എനിക്കൊപ്പം നിൽക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒരവസാന സന്ധി സംഭാഷണത്തിന് ശ്രമിക്കാറില്ലേ? അതുപോലെ എന്തെങ്കിലും. അതേ എനിക്ക് വേണ്ടൂ. മനസ്സുകൊണ്ട് ഏട്ടത്തി ഉണ്ടാവും നിന്റെ കൂടെ. ഈ വലിയ വീട്ടില് സമാധാനം എന്താണെന്നറിയാത്ത കുറെ ജന്മങ്ങളുണ്ട് സേതു. നല്ലതിനു വേണ്ടിയുള്ള ഈ സമരത്തില് അവരുടെ പ്രാർത്ഥനയുണ്ടാവും നിന്റെ കൂട്ടിന്. ഞാൻ പോട്ടെ. കുടുംബിനി പരമ്പര തുടരുന്നു. ശ്യാമേടത്തി കൂടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ? ഇവിടെ ഉള്ളവരുടെ ബുദ്ധിമുട്ട് അന്വേഷിക്കാനാണോ നീ രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത്? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ല എൻ്റെ വരവിന്. ആവശ്യമുള്ളതൊക്കെ കയ്യെത്തുന്നിടത്തുണ്ടായിട്ടും ഏട്ടൻ്റെ ഈ പൊറുതികേട് കണ്ട് ചോദിച്ചെന്നുള്ളൂ. ഇവിടെ നടന്നതൊക്കെ ഏട്ടൻ അറിയാഞ്ഞിട്ടോ അതോ ഒന്നും കണ്ടില്ലെന്നടിച്ച് സ്വയം ഒഴിവാകുന്നതോ? സ്റ്റോർ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ഈ വീട്ടിലെ വെറും ഒരു അംഗത്തെയല്ല, നമ്മുടെ ഏട്ടത്തെയാണ്. ശ്യാമേടത്തി വരുന്നതിന് മുമ്പ് ആ പാവം ഒരുപാട് വെച്ചു വിളമ്പി തന്നിട്ടുണ്ട് ഏട്ടനും. ആ നന്ദിയെങ്കിലും കാട്ടായിരുന്നു. അമ്മയൊന്ന് തടയാൻ പോലും. നോക്ക്, തലയ്ക്ക് തീ പിടിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് പുലിവാല പിടിക്കാനും നേരമില്ല, താല്പര്യമില്ല. മറ്റുള്ളവരോ? സ്വന്തം സഹോദരനും അയാളുടെ ഭാര്യയും ഒക്കെ ഏട്ടന് വെറും മറ്റുള്ളവരാണോ? ഓ, ഭാര്യ പോലും ഏട്ടന് പന്നിയാണല്ലോ. അപ്പൊ ഇതിലൊന്നും അത്ഭുതം തോന്നിയിട്ട് കാര്യമില്ല. ദേ, കഴിഞ്ഞ തവണത്തെ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ആളാവാൻ നിൽക്കാതെ പോകാൻ നോക്ക്. ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നത് അതിനുള്ള സമയമായിട്ട് മതി. വന്ന കാര്യം സാധിച്ചിട്ട് ഞാൻ മടങ്ങിക്കൊള്ളാം. പിന്നെ ഏട്ടൻ പറഞ്ഞ ഉത്തരവാദിത്തത്തിന്റെ കാര്യം അത് ഏറ്റെടുക്കാൻ ഒരുപാട് വൈകിയോന്നാ ഇപ്പൊ എന്റെ സംശയം. സംശയിക്കണ്ട, ഉഷയെടുത്തിയുടെ പ്രശ്നം തന്നെ. അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉത്തരം പറയേണ്ടത് അമ്മ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ആയിരിക്കും. അമ്മയുടെ ഈ രീതികളൊക്കെ കണ്ണും പൂട്ടി അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. കൂടെ നിൽക്കാനായിട്ട് തയ്യാറാണോ? അതാണ് എനിക്കറിയേണ്ടത്. എന്ത് ധൈര്യത്തിലാണ് നിന്റെ ഈ പുറപ്പാട്? പ്രസംഗിക്കാൻ എളുപ്പാ സേതു. അമ്മയെ ധിക്കരിക്കാൻ തോന്നുന്ന നിന്റെ പ്രായത്തിന്റെ ആവേശം. പഠിപ്പും ചെലവൊക്കെ ഇപ്പോഴും അമ്മയുടെ വകയല്ലേ? അത് മറന്ന് വിപ്ലവകാരുടെ വേഷം കെട്ടാനാണ് ഉദ്ദേശമെങ്കിൽ ഒക്കെ പാതി വഴി നിർത്തേണ്ടി വരും. അത് വേണോടാ. ആദ്യം സ്വന്തം കാലിലൊന്ന് ഉറക്കാൻ നോക്ക്, എന്നിട്ട് മതി റിബല് കളി. സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ അവസരം ഉണ്ടായിട്ടും ഏട്ടന്റെ ജീവിതം രക്ഷപ്പെട്ടോ? അതിന്റെ കാരണം എന്താണെന്ന് ഏട്ടൻ നന്നായി അറിയാം. സ്വയം തിരുത്താനുള്ള ധൈര്യമില്ലാത്തടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ തുടരും. ഉഷയെടുത്തെ തുറന്നുവിടാൻ ഒപ്പം നിൽക്കാം എൻ്റെ കൂടെ. അമ്മയെ എതിർക്കാനല്ല, വലിയൊരു തെറ്റിൽ നിന്നും അവരെ രക്ഷിക്കാൻ. അതിന് കൂടെ നിൽക്കാൻ പറ്റും ഏട്ടന്? ഇല്ല, ഒരിക്കലും അമ്മ പറഞ്ഞത് കേൾക്കാത്തതിന് ശിക്ഷയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇനിയും അതൊന്നും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗുഡ്. ശരിയല്ലെങ്കിലും ഒരഭിപ്രായം പറയാൻ ഏട്ടന് തോന്നിയല്ലോ. നന്ദി. എല്ലാം അറിഞ്ഞില്ലേ?
മുന്നിൽ കണ്ടത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഒരു നിമിഷത്തേക്ക് അവിടുന്ന് വയലന്റായി. അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെ പറ്റിപ്പോയി. അതിന് ആ പാവത്തിനെ പേ പിടിച്ച പോലെ ഇങ്ങനെ അവളുടെ മുത്തശ്ശൻ വന്നപ്പോ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. എല്ലാവരുടെയും ശാപം വാങ്ങിയിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ ജീവിക്കാൻ മത്സരിക്കുന്നത്? കണ്ടു വളർന്നതും ശീലിച്ചതുമൊക്കെ തെറ്റാണെന്ന് ഏട്ടന് നല്ല ബോധ്യമുണ്ട്. മാറാൻ ഒരുപാട് വൈകിയെന്ന് പറയാം. ഇല്ല, ഒട്ടും വൈകിട്ടില്ല. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇനിയും സാധിക്കും. അതിനുള്ള ധൈര്യം അതാണിപ്പോൾ ആവശ്യം. എതിർക്കേണ്ട സമയത്തൊക്കെ അമ്മയെ പേടിച്ചല്ല, അനുസരിക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് തവണ നിങ്ങളൊക്കെ മിണ്ടാതെ നിന്നു. അതിന്റെ ഫലം അനുഭവിച്ചത് പാവം ഉഷയെടുത്തിയ. ഇനിയും അവരെ വേദനിപ്പിച്ചാൽ ശാപം കിട്ടുന്ന അമ്മയ്ക്കായിരിക്കില്ല, കെട്ടിയ താലിയോട് 1% പോലും കൂറ് കാണിക്കാത്ത ഏട്ടനെന്നെയോ. ഉപദേശിക്കാൻ വരുന്നവര് എപ്പോഴും കൂടെ കാണണമെന്നില്ല. പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന് അമ്മ അങ്ങനെ ചെയ്തതാവും. ഒന്ന് തണുക്കുമ്പോ അമ്മ തന്നെ ഒന്ന് ഉഷാടുത്തി തുറന്നു വിടും. അതുവരെ ക്ഷമിക്കാൻ തോന്നിയ എല്ലാവർക്കും നല്ലത്. ദേഷ്യം തോന്നുമ്പോ ഇങ്ങനെ ചെയ്യാ കൊള്ളാം. ഏട്ടൻ എത്ര നിസ്സാരമായി പറഞ്ഞ് അവസാനിപ്പിച്ചു. മുറിയിലടയ്ക്കാൻ മാത്രം എന്ത് തെറ്റാ പാവം ചെയ്തത്? ദേ, എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇവിടെ ചിലർ പറഞ്ഞു കേട്ടില്ല, അറിവല്ലുള്ളൂ നിനക്ക്. അമ്മയെ ഉപദ്രവിക്കാൻ ചെല്ലേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നോ? വെറുതെ ഓരോ ഭ്രാന്ത് കാണിച്ചിട്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ തീരുമാനിച്ചോളൂ. രണ്ടുപേരും എൻ്റെ ഏട്ടന്മാരാ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത് ചില പറവുകേടോ പ്രായത്തിന്റെ ആവേശമാകാം. ഞാൻ ഉഷയടത്തി തുറന്നുവിടാൻ പോവാ. ആരും എൻ്റെ കൂടെയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇല്ലാതെ പോയൊരു ചേച്ചിയുടെ സ്നേഹവും കരുതലുമൊക്കെ ആദ്യമായിട്ട് അനുഭവിച്ചറിയുന്നത് അവരിൽ നിന്നാ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ പാവം അവിടെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. കുടുംബിനി എന്തു വേണം? ചോദിച്ചത് കേട്ടില്ലേ? സ്റ്റോർ മുറിയുടെ താക്കോലെന്ന് വേണം. എന്തിന്? എന്താ നിനക്ക് അവിടെ സൂക്ഷിക്കാനുള്ളത്? എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ മുറിയിൽ അമ്മ പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ ഭാര്യയാണ്. തിന്നാനും കുടിക്കാനും ഇല്ലാതെ അവൾ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 ദിവസം കഴിഞ്ഞു. അതിനിപ്പോ എന്ത് വേണം? ചത്തോ ജീവനുണ്ടോന്ന് അറിയണോ നിനക്ക്? 1 ദിവസം പട്ടിണി കിടന്നു വെച്ച് അവൾക്കൊന്നും സംഭവിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് അമ്മയല്ല. എന്ന് വെച്ചാൽ നീയാണെന്നോ? ഒരു തീരുമാനത്തിലെത്തി മട്ടുണ്ടല്ലോ മോനെ. പറ, ധൈര്യം തരാൻ ആരാ നിനക്ക് പിന്നിൽ? അനിയനോ അതോ അനിയത്തിയോ? ഏതായാലും താക്കോല് തരാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്ത് ചെയ്യാൻ പോന്നു നീ? തല്ലുവോ? അതോ നിന്റെ ഭാര്യ ചെയ്ത പോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുവോ? എന്താന്ന് വെച്ചാ ചെയ്യാ. കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ! അയ്യോ, എന്താ ഇത് ചേച്ചി? പിടിച്ചു പുറത്താക്കട ഈ നന്ദി കേട്ട നായേ. ഇങ്ങോട്ട് മാറാൻ, ഇങ്ങോട്ട് മാറാൻ. തോന്നിവാസം കാണിച്ചാലുണ്ടല്ലോ അടിച്ച് കരണം ഞാൻ പൊട്ടിക്കും.
ഇത് ചെയ്തവർക്ക് വേണ്ടി എൻ്റെ ഉഷയടുത്തിയോട് ഞാൻ മാപ്പി ചോദിക്കുക. വരൂ അടുത്തി. അമ്മയെ തോൽപ്പിച്ചല്ലേ? നന്നായി. ഇവിടെ ജയവും തോൽവിയൊന്നുമില്ല. ഇതൊന്നൊരു തോൽവിയായിട്ട് അമ്മ കാണരുത്. ഉഷയടുത്തി പോയിക്കോളൂ. പിന്നെ എങ്ങനെ കരുതണം ഞാൻ? എന്റെ വിജയമായിട്ടോ? ഇല്ലടാ, ഇന്നെന്റെ ശത്രുക്കളുടെ ദിവസമാണ്. രക്ഷകനായി നിന്നെ ഇവിടെ കണ്ടപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സാരല്ല, അമ്മ സന്തോഷത്തോടെ തോറ്റു തന്നിരിക്കുന്നു. ശരിയാണ്, രക്ഷകനായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. രക്ഷിച്ചത് ആരെയാണെന്നറിയോ? അമ്മയെ. എന്തിനു വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ആരുടെ മുമ്പിൽ അമ്മ ജയിക്കാൻ ശ്രമിക്കുന്നത്? സ്വന്തം മക്കളുടെയും മരുമക്കളുടെയും മുമ്പിലോ? പൊയ്ക്കോ. ഇനി എന്റെ നിഴൽ വെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. പോകാം. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോളാം. അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ ഉഷയടത്തി ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സ്വന്തം മരണത്തിന് ഉത്തരവാദി അമ്മയാണെന്ന് ഒരു കടലാസിൽ തികച്ചെഴുതേണ്ട അവർക്ക്. അതിനു മുമ്പ് അമ്മയെ തേടിയെത്തും ആൾക്കാർ വിലങ്ങ് വെച്ചുകൊണ്ട് പോകാൻ. ഉഷയടത്തിയുടെ മുത്തച്ഛൻ നേരിട്ട് വന്ന് കണ്ടതല്ലേ എല്ലാം. വനിതാ കമ്മീഷനിൽ അയാൾ ഒരു പരാതി കൊടുത്താൽ സ്ഥിതി എന്താവും? ഈ വീട്ടിൽ നിന്ന് പോലും അമ്മയ്ക്ക് അനുകൂലമായി മൊഴി പറയാൻ ആരെങ്കിലും ഉണ്ടാവോ? ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് നിഴൽ പോലെ നടക്കുന്ന കുട്ടിമാമ പോലും അമ്മയെ തള്ളിപ്പറയും. ഉണ്ണാനും മന്തി ഉറങ്ങാനും മറ്റൊരിടം തരപ്പെട്ടാൽ അന്നിറങ്ങും അയാളും ഈ വീട്ടിൽ നിന്ന്. അതെനിക്ക് ഉറപ്പുണ്ട്. ദേവമംഗലത്തെ ഗായത്രി ദേവിയെ തോൽപ്പിക്കാനല്ല ഞാൻ വന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഉള്ളിലെ വെറുപ്പും കാലുഷ്യവും ഒക്കെ ഒന്ന് അടങ്ങുമ്പോൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനൊക്കെ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന്. അച്ഛൻ്റെ ആത്മാവിന് മുമ്പിൽ അമ്മയ്ക്ക് ഇതിനൊക്കെ മറുപടി ഉണ്ടാവും.